നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ നാട്ടിൽ വെക്കേഷന് പോയ സമയത്ത് എന്നെ ഒരു വ്യക്തി കോൺടാക്റ്റ് ചെയ്തു. അദ്ദേഹം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം കോൺടാക്റ്റ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യണം, ഒരു മാസം ലക്ഷങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കത് വലിയ താല്പര്യമില്ല, എനിക്ക് ഇതിന് പുറകെ ഇരിക്കാൻ താല്പര്യമില്ല, എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ ഒരു എമൗണ്ട് മുടക്കണം, പിന്നീട് അവർ തരുന്ന ഓരോ ലിങ്കുകളും നിങ്ങൾ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും നിങ്ങൾ സ്റ്റാറ്റസ് ഇടുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു, ഇത് ഈ ഷെയർ ചെയ്യുക ഒരാളുടെ എന്തെങ്കിലും ഒരു വീഡിയോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിങ്കോ അല്ല അയാളുടെ ഒരു കണ്ടൻറ്റോ നമ്മൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമുക്കെങ്ങനെ പൈസ കിട്ടുന്നത്? അല്ല, ഇത് പൈസ കിട്ടും. ഞാൻ പറഞ്ഞു, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അയാൾ കുറച്ചും കൂടെ വിശദമായി പറഞ്ഞപ്പം കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയുടെ വീഡിയോകളും അല്ല അദ്ദേഹത്തിൻ്റെ കുറേ സോഷ്യൽ ആക്ടിവിറ്റീസും ഇവരിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കും. അത് പല ആൾക്കാരും കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാർ അവരവരുടെ ഫേസ്ബുക്കിൽ ഇട്ട് അത് മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്ത് അതിന് ലൈക്ക് അടിച്ച് കമൻ്റ് അടിച്ച് വരിക. ഞാൻ പറഞ്ഞു, ഇതിനകത്ത് അയാൾക്ക് എന്താണ് ഗുണം? അയാൾ ഓൾറെഡി വളരെ സാമ്പത്തികമുള്ള മനുഷ്യനാണ്. അപ്പോൾ അയാൾക്ക് താല്പര്യമുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, അതിന് നമ്മൾ ബാക്കിയുള്ളവർ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് അങ്ങനെയല്ല. ഇതിൻ്റെ പരിപാടിയാണ്, നമുക്ക് ഒരു മാസം ചിലപ്പം 3 ലക്ഷം അതിൽ കൂടുതലൊക്കെ കാശുണ്ടാക്കാൻ സാധിക്കുമെന്ന്. ഞാൻ ഞെട്ടിപ്പോയി. ഞാനപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് വിശദമായി പഠിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഇന്നിപ്പം കാണിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന പല ചാരിറ്റികളും അല്ലെങ്കിൽ പല നല്ല പ്രവർത്തികളും അത് മറ്റ് പല രീതികളും ഇത്തരം ബൂസ്റ്റപ്പിൽ കൂടിയാണ് നമ്മുടെയൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. പല ആളുകളിങ്ങനെ ഷെയർ ചെയ്ത് പലരും ലൈക്ക് ചെയ്ത്, പലരും പെയ്ഡാണ്. അതായത് അവർക്കൊരു കൃത്യമായ ഒരു ചെറിയ എമൗണ്ട് വെച്ച് വരുന്നുണ്ട്. അവർ അവരുടെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റോറിയിൽ ഷെയർ ചെയ്യുന്നു, അങ്ങനെ അവരുടെ ഫ്രണ്ട്സിലേക്ക് ഇത് എത്തിക്കുന്നു. എനിക്കിത് മനസ്സിലാവുന്നില്ല ഇതിനകത്തുള്ള എന്താണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയെ സഹായിക്കണം, ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഒരാൾക്ക് കുറച്ച് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ഒരു വിദ്യാഭ്യാസം ചെയ്യണം. നോർമലി നമുക്ക് ചെയ്യാമല്ലോ. ഇത് വീഡിയോ എടുത്ത് 10 പേരെ ബൂസ്റ്റപ്പാക്കി എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പക്ഷെങ്കിൽ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനെന്ന് പറഞ്ഞൊരു പബ്ലിക് ഫിഗറാണെന്ന് വെച്ചോ, എനിക്ക് കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പം എൻ്റെ സ്ഥാപനത്തിൽ നല്ല കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് മറ്റൊരാളുടെ മുന്നിൽ ഒരു ഇമേജ് ഉണ്ടാക്കി എടുക്കുകയാണോ? മറ്റുള്ളവരെല്ലാവരും എൻ്റെ ആ സ്ഥാപനത്തിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുകയാണോ? അതല്ല എന്നുണ്ടെങ്കിൽ എന്നിൽ പതുക്കെ ഒരു നല്ലൊരു ഇമേജ് ഉണ്ടാക്കി എടുപ്പിച്ചിട്ട് നാളെ ഞാൻ ഇലക്ഷൻ പോലൊരു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇറങ്ങുമ്പോൾ ഇയാൾ നല്ല മനുഷ്യനാണ്, വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അറിയാമല്ലോ എന്നുള്ള രീതിയിൽ ഇയാളെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് നല്ല രീതിയിൽ ഒരു സ്വാർത്ഥ താല്പര്യം മനഃപൂർവ്വമായി ഡെവലപ്പ് ചെയ്തെടുത്ത് ജനങ്ങളുടെ ആ ഒരു ഒരു വിശ്വാസം വിലയ്ക്ക് വാങ്ങുകയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞത്, ഇന്ന് നിങ്ങൾ കാണുന്ന ഒരുവിധപ്പെട്ട ഓൾമോസ്റ്റ് എല്ലാവിധമായ ചാരിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ വീഡിയോകൾ ഇപ്പം ഇങ്ങനത്തെ ഈ രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്ത് വരുന്നതാണ്. ഒരു നോർമൽ വീഡിയോയ്ക്കകത്ത് കുറച്ച് സാഡ് സോങ്സും ചേർത്ത് അല്ലെങ്കിൽ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചേർത്ത് ഇത് നമ്മുടെ അടുത്തേക്ക് എത്തും. ഇതിനു വേണ്ടി തന്നെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അതിന് വേണ്ട രീതിയിലുള്ള മിക്സപ്പും മറ്റ് കാര്യങ്ങളും ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിച്ച് അവരെയും കൊണ്ട് കമൻറ്റുകളും ഇവർ പറയുന്ന രീതിയിലുള്ള കമൻറ്റുകളും ചെയ്ത് അല്ലെങ്കിൽ ഇവർ പറയുന്ന രീതിയിലുള്ള ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് പോകാൻ വേണ്ടി ഒരു വലിയൊരു ടീം ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ലക്ഷങ്ങൾ അതിനകത്ത് പെയ്ഡാണ്, ലക്ഷങ്ങൾ കാശ് സമ്പാദിക്കുന്നുണ്ട്. ഇതിൽ പോകുന്നവർക്കും പൈസ കിട്ടുന്നുണ്ട്. കാലികാലം എന്നല്ല എന്താ പറയുക. താങ്ക് യു.